നമസ്കാരം. പി.സി. ജോർജ് ഒരു വായപോയ കോടാലിയാണ്. വർഷങ്ങളുടെ രാഷ്ട്രീയ പാരമ്പര്യം ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആരോട്, എന്ത്, എപ്പോൾ, എങ്ങനെ, ആരെക്കുറിച്ച് പറയണമെന്നുള്ള യാതൊരു ബോധവും ഇല്ലാത്ത പെരുമാറ്റങ്ങളാണ് പലപ്പോഴും പി.സി. ജോർജിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. കോടതി പോലും പി.സിക്ക് മുന്നിൽ ഗതികെട്ട് നിർത്താനായില്ലേ എന്ന് ചോദിക്കുന്ന അവസ്ഥയിൽ വരെ എത്തി കാര്യങ്ങൾ. ആദ്യം പി.സി കോൺഗ്രസിനുള്ളിലെ വലിയ തലവേദനയായിരുന്നു. അവിടെ തള്ളാനും കൊള്ളാനും പറ്റാതെ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നപ്പോഴാണ് പി.സി. ജോർജ് ഒരൊറ്റച്ചാട്ടത്തിന് ബി.ജെ.പിയിലേക്ക് ചാടിയത്. ഒരു തരത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാവല്ലേ എന്ന് കരുതി ബി.ജെ.പി അകത്തു കയറ്റിയിട്ട് അന്നു മുതൽ പുതിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തി പി.സി എവിടെ ഏത് പാർട്ടിയിൽ ചെന്നാലും സ്വഭാവത്തിൽ യാതൊരു മാറ്റവും ഇല്ല എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു രാഷ്ട്രീയ പാരമ്പര്യമോ പ്രായമോ ഒന്നുമല്ല മനുഷ്യരുടെ പക്വതയും ബോധവും തീരുമാനിക്കുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് രാഷ്ട്രീയ കേരളത്തിൽ പി.സി. ജോർജ്. മുസ്ലിം മതവിഭാഗത്തിനെ കടന്നാക്രമിച്ചുകൊണ്ട് മതസ്പർദ്ധ പുലർത്തിയ കുറ്റത്തിന് കോടതി തൂക്കിയെടുത്ത് അകത്തിടാൻ പറഞ്ഞതിന് പിന്നാലെ ശാരീരിക അസ്വാസ്ഥ്യത്തിന്റെ നാടകത്തിൽ ആശുപത്രിയിൽ മുൻകൂർ ജാമ്യം വരെ അബോധാവസ്ഥയിൽ കിടന്ന അവസാന നാടകത്തിനു ശേഷം പി.സി ഏറെക്കുറെ ഒന്ന് ഒതുങ്ങിയതായിരുന്നു. അതിനുശേഷം വീണ്ടും രാഷ്ട്രീയ കലഹവും മതസ്പർദ്ധയും ഒക്കെ ഉണ്ടാക്കാൻ പോകുന്ന പുതിയ ആവശ്യവുമായി എത്തിയിരിക്കുകയാണ് പി.സി. ജോർജ്. ഇന്ത്യ എന്നത് ബ്രിട്ടീഷുകാർ നൽകിയ പേരാണെന്നും അത് തിരുത്തി ഭാരതാംബ എന്നാക്കണമെന്നുമാണ് ബി.ജെ.പി നേതാവ് പി.സി. ജോർജ് പുതിയ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. HRDS ഇന്ത്യ സംഘടിപ്പിച്ച അടിയന്തരാവസ്ഥയുടെ 50ാം അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭാരതാംബയും കാവിക്കൊടിയും വലിയ വിവാദങ്ങൾ സൃഷ്ടിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യക്ക് തന്നെ ഭാരതാംബ എന്നൊരു പേരിട്ടാൽ അതുവഴി കേരളത്തിൽ രാഷ്ട്രീയ പാർട്ടികളെ തമ്മിൽ തല്ലിക്കുന്നത് കാണാം. പതിയെ രാഷ്ട്രീയ കലഹം രാജ്യം മുഴുവൻ പടർത്തി രസിക്കുന്ന ശകുനിയുടെ ബുദ്ധിയാണ് പി.സി. ജോർജ് കാണിക്കുന്നതെന്ന് ഉറപ്പാണ്. രാജ്യത്തെ നശിപ്പിച്ചതിൽ ഒന്നാം പ്രതി ജവഹർലാൽ നെഹ്റു ആണെന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരിക്കലും അടിയന്തരാവസ്ഥയെ എതിർക്കാൻ ധൈര്യം കാണിച്ചില്ല എന്നും ജോർജ് വിമർശിച്ചു. നെഹ്റു കുടുംബത്തെ മുഴുവൻ താണു വീണ് തൊഴുതും വച്ചാരാധിച്ചും പുകഴ്ത്തിയും നടന്ന പി.സി നല്ല അസൽ രാഷ്ട്രീയക്കാരന്റെ സ്വഭാവം കാണിച്ചു എന്ന് പറയാതെ വയ്യ. നിന്ന നിൽപ്പിൽ അക്കരപ്പച്ച കണ്ട് ബി.ജെ.പിയിലേക്ക് ചാടിയത് മാത്രമല്ല, അതുവരെ കൂടെ നിന്ന ഗാന്ധി കുടുംബത്തിന്റെ അപ്പനപ്പൂപ്പന്മാരെ വരെ വിചാരണ ചെയ്യാനും തുടങ്ങിയിട്ടുണ്ട് പി.സി. ജോർജ്. ഈ തിരിച്ചറിവൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്രയും കാലം കോൺഗ്രസിന്റെ പെട്ടിയും തൂക്കി നടന്നതെന്നാണ് പൊതുജനം ചോദിക്കുന്നത്. ജനാധിപത്യ ധ്വംസനവും മൗലികാവകാശങ്ങളെ റദ്ദാക്കലിനുമിടയായ അടിയന്തരാവസ്ഥക്കെതിരെ നടന്ന ശക്തമായ പോരാട്ടത്തെ ഇന്ത്യയിലെ 2ാം സ്വാതന്ത്ര്യ സമരമായി പ്രഖ്യാപിച്ച് സമരസേനാനികൾക്കും പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും അനുവദിക്കണമെന്നും ജോർജ് ആവശ്യപ്പെട്ടു. അതേസമയം വീണ്ടും മതവിദ്വേഷ പരാമർശം നടത്തിയെന്ന് ആരോപിച്ച് ബി.ജെ.പി നേതാവ് പി.സി. ജോർജിനെതിരെ യൂത്ത് ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി തൊടുപുഴ പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട്. പരാതിയിൽ പറയുന്ന കാര്യങ്ങളുടെ നിയമവശങ്ങൾ പരിശോധിച്ച് വേണ്ട നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വീണ്ടും പി.സി. ജോർജിന് ആശുപത്രിവാസം തുടങ്ങാനുള്ള നേരമായി എന്ന് അനുമാനിക്കാം.